എത്രയൊക്കെ വ്യായാമം ചെയ്തിട്ടും നിങ്ങളുടെ വയറിലുള്ള കൊഴുപ്പ് കുറയുന്നില്ലേ? നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വയറ് കുറയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരാതികളുണ്ടോ? ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ദിവസവും നടക്കാറുണ്ട്, വ്യായാമം ചെയ്യാറുണ്ട്, ജിമ്മിൽ പോവാറുണ്ട്, എന്നിട്ടും എൻ്റെ വയറ് കുറയുന്നില്ല. ഞാൻ എത്രയോ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടും വയറ് കുറയ്ക്കാൻ കഴിയുന്നില്ല എന്ന് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. നമ്മൾ ഇന്ന് വയറിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാനും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ തെറ്റുകളാണ് വരുത്താറുള്ളത് എന്നും കൂടെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. പല ആളുകളും ഈ വയറ് കുറയ്ക്കാനായിട്ട് പലതരത്തിലുള്ള വർക്കൗട്ടുകൾ അല്ലെങ്കിൽ വ്യായാമങ്ങൾ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പല പല വീഡിയോസും, വയറ് കുറയ്ക്കാനുള്ള വീഡിയോസ്, ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും ട്രൈ ചെയ്യാറുണ്ട്. നടത്തവും ചെയ്തു നോക്കാറുണ്ട്. എന്നിട്ടും ആൾക്കാർ വയറ് കുറയുന്നില്ല എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയാനുള്ളത് നിങ്ങളുടെ തെറ്റായിട്ടുള്ള വ്യായാമ രീതിയെ കുറിച്ചിട്ടാണ്. നിങ്ങൾ വയറ് കുറയ്ക്കാൻ മാത്രമുള്ള വ്യായാമം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ വയറിൽ മാത്രം അടിഞ്ഞുകൂടുന്ന ഒരു സംഭവമല്ല. അത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള കൊഴുപ്പിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ കത്തിച്ച് കളയാനായിട്ടുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ കൊഴുപ്പായാലും ഈ ഗ്ലൂക്കോസ് ആയാലും ശരി, അത് നമ്മുടെ ശരീരത്തിലെ നമ്മളുടെ മസിൽസിനും നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മസിൽസൊക്കെ നന്നായിട്ട് പണിയെടുക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത് പറയാനുള്ളത് ഉറപ്പായിട്ടും ഭക്ഷണ രീതിയെ കുറിച്ച് തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ മീറ്റ് ഐറ്റംസ് അല്ലെങ്കിൽ കൂടുതൽ ഫ്രൈഡ് ഐറ്റംസ് കഴിച്ചാൽ കൊഴുപ്പ് കൂടുതലായിട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും വില്ലനായിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അതിൽ തന്നെ മൈദ, പഞ്ചസാര, തവിട് കളയാത്ത അരി എന്നുള്ളതൊക്കെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുന്നതാണ്. ഇത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല, ഈ ഗ്ലൂക്കോസ് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ടാണ് അടിഞ്ഞുകൂടുക. അതേപോലെ തന്നെ ഫാറ്റ് ഫുഡ്, ഇത് വേറൊരു വില്ലൻ തന്നെയാണ്. ഇത് നമ്മുടെ സാച്ചുറേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റാണ് നമുക്ക് അധികമായിട്ടും നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അത് ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമുക്ക് കൊഴുപ്പ് കൂട്ടാനായിട്ട് കാരണമാവുന്ന ഒരു ഭക്ഷണം തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് ഉറക്കത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ കറക്റ്റായിട്ട് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറക്കത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ഹോർമോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസത്തിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഈ ഉറക്കക്കുറവ് കാരണം നിങ്ങൾക്ക് വിശപ്പ് കൂടാനും അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം കൂടുതൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള തോന്നലുണ്ടാവും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സൈക്കിൾ പോകുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ടുള്ള ഉറക്കം കിട്ടുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഇതിൽ പറയാനുള്ളത് 3 ഹോർമോണുകളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ഉള്ളത് കോർട്ടിസോളാണ്. കോർട്ടിസോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോണാണ്. നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ കോർട്ടിസോളിൻ്റെ അളവ് എപ്പോഴും കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. ഈ കോർട്ടിസോൾ കൂടുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പൊക്കെ വയറിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വയറിൽ കൊണ്ടുപോയിട്ട് എത്തിക്കാനായിട്ടുള്ള ഒരു സിഗ്നലാണ് നമ്മുടെ ശരീരം നൽകുക. അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് ഇൻസുലിനാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിനായിട്ടൊരു വില്ലനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൊഴുപ്പായിട്ട് മാറുന്നുള്ള കാര്യം ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ കാരണം തന്നെ നമ്മൾ എപ്പോഴും അധികമായിട്ട് ഈ ഷുഗർ, എപ്പോഴും അധികമായിട്ട് ഗ്ലൂക്കോസ് കഴിക്കുന്നതാണ്. ഇതിൽ തന്നെ നമ്മൾ ചോറ് ഒഴിച്ച് നമ്മൾ ചപ്പാത്തിയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിലും ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ ചില ആൾക്കാർ 2 നേരവും ചോറും, എന്നാൽ ഞാൻ ചോറ് കഴിച്ചു രാത്രിയിൽ ചപ്പാത്തി ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതും കഴിക്കാറുണ്ട്. ഈ അരി ആയാലും ഗോതമ്പായാലും അതിലൊക്കെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്ന സമയത്ത് ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറച്ച് മന്ദഗതിയിലാക്കാനും അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ട് മാറാനും കാരണമാവുന്നുണ്ട്. ഇനി മൂന്നാമത് പറയുന്നത് അധികം കോമൺ അല്ലാത്തൊരു കാര്യമാണ്. അത് സ്ത്രീകളിൽ മെനോപോസ് എന്ന് വെച്ചാൽ ആർത്തവം നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സമയത്ത് ഈസ്ട്രോജൻ്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആൾക്കാർക്ക് ഇതുപോലത്തെ വയറിൽ കൊഴുപ്പ് അല്ലെങ്കിൽ വണ്ണം വയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് കാണാറുണ്ട്. അധികം കോമൺ അല്ല, സാധ്യത ഉണ്ട് എന്നുള്ളതാണ്
പറയാനുള്ളത്. ഇനി അഞ്ചാമതായിട്ട് പറയാനുള്ള കാരണം എന്നുള്ളത് പ്രായക്കൂടുതൽ തന്നെയാണ്. പ്രായം കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും ഈ കൊഴുപ്പ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടാനൊക്കെ കാരണമാവുന്നുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് സാധാരണയായിട്ട് കാണുന്ന കാരണങ്ങളാണ്. നമ്മൾ ഈ വ്യായാമം എന്ന് പറയുന്ന പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെയാണ് ഇത്. ഇനി ഭക്ഷണം എന്ന് പറയുന്നതിൽ ഈ പറയുന്ന പോലെ കാർബോഹൈഡ്രേറ്റും കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ ഉപരി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രീതി കൂടെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം പച്ചക്കറികളാണ് കഴിക്കേണ്ടത്. അതിനുശേഷം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിൽ മുട്ടയാവാം, അല്ലെങ്കിൽ മീൻ ആവാം, അല്ലെങ്കിൽ അതേപോലെ പയറുവർഗ്ഗങ്ങൾ, കടല, പരിപ്പ് പോലുള്ള ഭക്ഷണങ്ങളാവാം. അതിനുശേഷമാണ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ അരി ആയിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ചപ്പാത്തി ആയിക്കോട്ടെ അത് കഴിക്കേണ്ടത്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കൂടുന്നില്ല. ഈ ഗ്ലൂക്കോസ് നന്നായിട്ട് അടിച്ചു കയറാതെ ഈ ഒരു ഫോമിൽ നിങ്ങൾ ഈ ക്രമത്തിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ വായ എടുക്കുമ്പോഴും 32 തവണയെങ്കിലും ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാറുള്ളത്. നമ്മൾ സാധാരണയായിട്ട് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഫുഡ് കഴിക്കുക, പെട്ടെന്ന് കഴിച്ച് തീർക്കുക എന്നുള്ളതാണല്ലോ ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ നമ്മൾ വയറ് നിറഞ്ഞു എന്നുള്ള ഒരു സിഗ്നല് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തണമല്ലോ, അത് പെട്ടെന്നാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള അളവിൽ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം നിങ്ങൾ കഴിക്കാനായിട്ട് അതൊരു കാരണമാവുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫോൺ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ TV നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ അമിതമായിട്ട് നിങ്ങൾക്ക് വേണ്ട അളവിൽ കൂടുതൽ ഭക്ഷണം എന്ന് വെച്ചാൽ നമുക്ക് കോൺസെൻട്രേഷൻ ഫുള്ള് അതിലായിരിക്കും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലായിരിക്കില്ല. അപ്പോൾ ഈ സിഗ്നൽ വരാനും താമസം ആവും. അതേപോലെ നിങ്ങൾക്ക് വേണ്ടതിലും കൂടുതൽ ഭക്ഷണം നിങ്ങൾ അറിയാതെ നിങ്ങൾ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഇപ്പം നമ്മുടെ ചുറ്റുപാടിലും കൂടുതലായിട്ടും ഓഫീസ് ജോലി അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് തന്നെ ജോലി ചെയ്യാതെ ജോലിയുടെ ഇടയിൽ നടക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു ഉറക്കത്തിൻ്റെ പ്രശ്നം. ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം മെയിനായിട്ട് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈമാണ്. അപ്പം നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ TVയോ ഫോണോ നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മെലറ്റോണിൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഹോർമോണാണ് ഈ ഉറക്കത്തിൻ്റെ വ്യതിയാനങ്ങളെ, നമ്മളൊരു ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് പറയുക, കറക്റ്റ് സമയത്ത് ഉറങ്ങാനുമൊക്കെ നമുക്കൊരു സിഗ്നൽ തരുന്നത് ഈ ഒരു ഹോർമോണാണ്. അപ്പം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പേ തൊട്ട് മുമ്പ് വരെ സ്ക്രീനിലായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഈ വെളിച്ചവും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഉറക്കം ലേറ്റ് ആക്കാനായിട്ട് ഒരു കാരണമാവുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ദഹനത്തെയും അതേപോലെ തന്നെ മെറ്റബോളിസത്തെയും നന്നായിട്ട് ബാധിക്കും. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞത് സ്ട്രെസ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ പോലെ ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു 4 സെക്കൻഡ് ശ്വാസം വലിച്ച് എടുക്കുക. അതിനുശേഷം ഒരു 7 സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു 8 സെക്കൻഡ് എടുത്തുകൊണ്ട് പതുക്കെ പുറത്തേക്ക് വിടുക. ഈ ഒരു കാര്യം നിങ്ങൾ ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സിലും നിങ്ങളുടെ ആൻസൈറ്റി കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഒന്നും കൂടെ നമുക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുമ്പ് ആപ്പിൾ സിഡർ വിനെഗർ 1 ടീസ്പൂണ് കുറച്ച് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ്. അതേപോലെ കറുവപ്പട്ട നിങ്ങൾ വെള്ളത്തിലിട്ട് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ കത്തിച്ച് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് വിറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വിറ്റമിൻ ഡി കുറഞ്ഞ ആളുകളിൽ ഈ കൊഴുപ്പ് ശരീരത്തിന് എടുക്കാൻ അല്ലെങ്കിൽ കൊഴുപ്പിനെ ബേൺ ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിറ്റമിൻ ഡി കുറവ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും എടുത്തിട്ട് കറക്റ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിൽ നല്ല ഫാറ്റും ചീത്ത ഫാറ്റും ഉണ്ട്. എന്ന് വെച്ചാൽ ബ്രൗൺ ഫാറ്റും വൈറ്റ് ഫാറ്റും എന്ന് പറയും. ഈ ബ്രൗൺ ഫാറ്റാണ് നമുക്ക് നല്ല ഫാറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കുളിക്കുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ ചൂടുവെള്ളത്തിൽ സാധാരണ കുളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവസാനം കുറച്ച് തണുത്ത വെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ചൂടിൻ്റെ വ്യതിയാനം എന്ന് വെച്ചാൽ ഈ തണുപ്പ് വെള്ളം ശരീരത്തിൽ തട്ടുമ്പോൾ നമ്മുടെ ശരീരം ഒന്നും കൂടെ ചൂടാവാനായിട്ട്
നമ്മുടെ ശരീരത്തിലുള്ള നല്ല കൊഴുപ്പിനെ ഉണ്ടാക്കാനും അതേപോലെ ചീത്ത കൊഴുപ്പിനെ കത്തിക്കാനുമായിട്ടുള്ള ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് പഠനങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. ഇതുകൂടെ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വ്യായാമം ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ വയറ് കുറയ്ക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലുപരി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. ഈ കാര്യങ്ങളൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം.